കനത്ത മഴയിൽ തൃശൂർ ദേശമംഗലത്ത് റോഡ് തകർന്നു. സമീപത്തെ വീട്ടിലേക്ക് മണ്ണുൾപ്പെടെ വീണു. പ്രദേശത്ത് അപകട ഭീഷണി നിലനിൽക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. വെള്ളക്കെട്ടിൽ കോർപ്പറേഷന്റെ വീഴ്ച ആരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നു. സൂരജ് സജി വിശദാംശങ്ങളുമായി ചേരുന്നു തൃശൂരിൽ നിന്ന്. സൂരജ്, എവിടെയാണ് പ്രതിഷേധം? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, തൃശൂർ കോർപ്പറേഷന് മുന്നിലാണ് ഈ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. ഈ കുളവാഴ എന്തിക്കൊണ്ടായിരുന്നു ഈ കോർപ്പറേഷനിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മാർച്ച് ഈ കോർപ്പറേഷന് മുന്നിൽ പോലീസ് തടയുകയും ചെയ്തു. അതോടുകൂടി ഈ കുളവാഴകളടക്കം കോർപ്പറേഷൻ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ ഗേറ്റിന് മുന്നിൽ ഈ പ്രതിപക്ഷ നേതാവിനെ അടക്കമുള്ളവരെ തടഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ നടത്തുന്നതിൽ ഈ കോർപ്പറേഷൻ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ പോലും ഇതിനോടകം പൂർത്തിയായിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇന്നലെ പെയ്ത മഴയിൽ ഒറ്റ മഴയിൽ തൃശൂർ നഗരം മുങ്ങാനിടയാക്കിയത്. അത്തരത്തിലുള്ള കോർപ്പറേഷന്റെ സമീപനമാണ്. അതിനെതിരെയാണ് ശക്തമായ പ്രക്ഷോഭവുമായി നിലവിൽ ഈ കോൺഗ്രസ്, UDF അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സംഘടിച്ചുകൊണ്ട് സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കുളവാഴ എന്തിക്കൊണ്ടുള്ള പ്രതിഷേധം അത് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിൽ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി ദേശമംഗലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ പെയ്ത കനത്ത മഴയിലാണ് ദേശമംഗലത്ത് ഈ പാത ഇടിഞ്ഞു താന്നത്. അത് വീടിനോട് ചേർന്നുള്ള പ്രധാന റോഡാണ്. നവംബർ 1 എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോഡ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. സമീപത്തെ ചുവരിന് മുകളിലേക്കാണ് ഈ റോഡിന്റെ കൽപ്പടവുകൾ അടക്കം ഇടിഞ്ഞു വീണത്. ഈ വീടിന്റെ ചുമരിനടക്കം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരിൽ ഇപ്പോഴും ഈ വിവിധ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ പ്രക്ഷോഭവുമായി ഈ തൃശൂർ കോർപ്പറേഷനിലടക്കം എത്തിയിരിക്കുന്നത്. വേണു, സൂരജ്, കോർപ്പറേഷൻ മേയർക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉന്നയിച്ചത്. മേയറുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുന്നു? വേണു, ഇതുമായി ബന്ധപ്പെട്ട് ഈ മേയർ സ്ഥലത്തില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതാണ് ഇവർ പറയുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് പോലും മേയർ സ്ഥലത്തില്ല, കൃത്യമായ ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ UDFന്റെ നേതൃത്വത്തിലും എല്ലാം ഈ കോർപ്പറേഷനിലേക്ക് കുളവാഴ എന്തിക്കൊണ്ട് പ്രതിഷേധിച്ചത്. അവർ പറയുന്നത് ഈ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട കനാലുകളുണ്ട്, ആ കനാലുകൾ പോലും ശുചീകരിക്കാനുള്ള ഒരു ടെൻഡർ നടപടിയും മുന്നോട്ട് പോയില്ല. 3 കോടിയുടെ പദ്ധതിയാണ്, മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായി 3 കോടിയുടെ പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷം ഫെബ്രുവരിയിൽ കത്ത് നൽകിയതാണ്. ആ കത്ത് പ്രകാരം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതിന്റെ ടെൻഡർ നടപടികൾ നടത്തണമെന്ന് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഈ മേയർ മുഖവിലക്കെടുത്തില്ല. അതോടൊപ്പം തന്നെ അത് അന്ന് മുഖവിലക്കെടുക്കാതെ പോയതാണ് തൃശൂർ നഗരത്തിലാകെ ഈ വെള്ളക്കെട്ടിലേക്ക് അമരാൻ കാരണമായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ ചെറിയ തോടുകളിലടക്കം ഈ കുളവാഴ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഈ കുളവാഴ എന്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ കടന്നത്. ഗേറ്റിന് മുന്നിലേക്ക് വരുന്നു, അവിടെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് ഇവരെ തടഞ്ഞതോടുകൂടി ഈ കുളവാഴകളെല്ലാം തന്നെ ഈ കോർപ്പറേഷൻ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കോർപ്പറേഷന് മുന്നിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതാണ് കാണുന്നത്. അതാ പ്രതിപക്ഷ നേതാവാണ് ഈ കോർപ്പറേഷന് അകത്തേക്ക് കുളവാഴകൾ വലിച്ചെറിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഉള്ള സമരമാണ്. UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള സമരം. അവർ കുളവാഴകളെല്ലാം കോർപ്പറേഷൻ അകത്തേക്ക് വലിച്ചെറിയുകയാണ്. ഇവിടുത്തെ സമീപത്തെ തോടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന കുളവാഴകളാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതാണ് തൃശ്ശൂരിനെ വെള്ളക്കെട്ടിലാക്കിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും UDFും കടന്നിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം അത് നമുക്ക് തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിൽ കാണാനാകുന്നു. കുളവാഴകൾ അടക്കം കോർപ്പറേഷനിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ UDF കൗൺസിലർമാർ ഗേറ്റ് തള്ളി തുറന്ന് കയറാനുള്ള ഒരു ശ്രമം അത് UDF കൗൺസിലർമാർ നടത്തുകയാണ്. പോലീസും ഈ മേഖലയിൽ പോലീസ് ഇടപെട്ട മുതിർന്ന നേതാക്കളെ അടക്കം പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ കുളവാഴകൾ അടക്കം ഈ കോർപ്പറേഷനകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് UDF കൗൺസിലർമാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തൃശൂർ നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ പോലും ഇന്നലെ ഈ വെള്ളക്കെട്ടിൽ അമരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ ഇരുന്ന മേഖലകളിൽ പോലും വെള്ളം കയറി. അശ്വിനി ആശുപത്രിക്കകത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് 3 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് കണക്ക്. അത്തരത്തിൽ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത
വെള്ളക്കെട്ടുണ്ടാകുമെന്ന പ്രളയത്തിന്റെ സമയത്ത് പോലും വെള്ളക്കെട്ടുണ്ടാകാത്ത മേഖലയിലാണ് ഇന്നലെ വെള്ളക്കെട്ടുണ്ടായത്. അതിൽ ഗുരുതരമായ വീഴ്ച അത് കോർപ്പറേഷനുണ്ട്, ഭരണസമിതിക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് UDF കടന്നിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ കുളവാഴകൾ ഏന്തിക്കൊണ്ടുള്ള സമരം അത് ചെറിയ രീതിയിൽ അക്രമാസക്തമായി നീങ്ങെങ്കിൽ പോലും പോലീസ് ഇടപെട്ടുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ സമരം അത് കോർപ്പറേഷൻ ഗേറ്റിന് മുന്നിൽ തടഞ്ഞിട്ടുണ്ട്. വേണു, സൂരജ്, സാധാരണഗതിയിൽ ഉയരുന്ന രാഷ്ട്രീയ ആരോപണമെന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലേ? തീർച്ചയായും വേണു, ഈ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉയർത്തുന്ന എല്ലാ ആരോപണങ്ങൾക്കും കാമ്പും കഴമ്പുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കോൾപ്പാടങ്ങളും കനാലുകളും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. അവിടെ കൃത്യമായി ഈ കനാലുകളിലേക്ക് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം, അവിടുത്തെ കുളവാഴകൾ ഉൾപ്പെടെ ശുചീകരിച്ചുകൊണ്ട് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകൂ. അങ്ങനെ ഒരു പരിഹാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഒഴിവാക്കുന്നതിനുള്ള ഒരു നടപടി അത് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് തൃശ്ശൂരിലെ വിവിധ ഓവുചാലുകളിലെല്ലാം ഇന്നലെ ഈ വെള്ളം ഒഴുകിപ്പോകാതെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് വിവിധ പ്രദേശങ്ങളിൽ ഈ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. തൃശ്ശൂർ റൗണ്ടിനോട് ചേർന്നാണ് ഇന്നലെ വെള്ളക്കെട്ടുണ്ടായത്. ഈ പ്രധാനമായും ഈ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇന്നലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കൃത്യമായി ഈ ഓവുചാലുകൾ വൃത്തിയാക്കുന്നതിന്, ഓവുചാലുകളുടെ തടസ്സങ്ങൾ നീക്കുന്നതിന്, അതുപോലെ തന്നെ ഈ തോടുകളുടെ തടസ്സങ്ങൾ നീക്കുന്നതിന് അതിൽ ഭരണസമിതിക്കുണ്ടായ വീഴ്ചയാണ് തൃശ്ശൂരിനെ ഇത്തരത്തിൽ വെള്ളക്കെട്ടിൽ അമർത്തിയത് എന്നുള്ളതാണ് ഈ പ്രധാനമായും ഈ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന. അത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ തോടുകളിൽ നിന്ന് ശേഖരിച്ച കുളവാഴ ഏന്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, വ്യത്യസ്തമായ ഒരു സമരത്തിലേക്ക് അവർ കടന്നത്. ആ കുളവാഴ ഏന്തിക്കൊണ്ട ചേംബറിലേക്ക്, മേയറുടെ ചേംബറിലേക്ക് കടക്കാനായിരുന്നു ശ്രമം. പക്ഷേ പോലീസ് ഇടപെട്ടുകൊണ്ട് UDF കൗൺസിലർമാരെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. അതോടുകൂടിയാണ് ഈ കുളവാഴകളടക്കം ഈ ഗേറ്റിനപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോയത്. പക്ഷേ ഗേറ്റ് മറികടന്ന് നീങ്ങാനുള്ള ഒരു നീക്കം അത് പോലീസ് ഇടപെട്ട് തടയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോവാം. ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും. അതെ, കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി, 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. മേയറും സംഘവും വിനോദയാത്ര പോയിരിക്കുന്നു. മൂന്നാറിലാണെന്ന് പറയുന്നു, കൊല്ലം ബീച്ചിലാണെന്ന് പറയുന്നു, തിരുവനന്തപുരത്താണെന്ന് പറയുന്നു. എവിടെയാണ് മേയർ എന്ന് 3 ദിവസമായിട്ട് അറിയുന്നില്ല. ഇത്രയധികം വാർത്തകൾ വന്നിട്ടും മേയർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ 100 കണക്കിന് വീടുകൾ വെള്ളം കയറി. ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിലൊക്കെ വീഴ്ചയുണ്ട്. ഞാൻ നിങ്ങളുടെ 24 സംസാരിക്കുന്ന ഈ നിമിഷം പോലും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. ഈ സമയത്ത് പോലും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകൾ നിങ്ങൾക്ക് തരാം. ഇന്ന് കളക്ടറെ സെക്രട്ടറിയെ വിളിപ്പിച്ചു. കളക്ടറെ സെക്രട്ടറി ശാസിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ല എന്ന് കളക്ടർ പറഞ്ഞു. അത്രമാത്രം ഗൗരവത്തിലെ കളക്ടർ അടക്കം ഇടപെടുമ്പോൾ മേയർ എവിടെ, ഈ ജില്ലയിലെ മന്ത്രിമാരെവിടെ, MLA തന്നെയാണ് വേണു. എന്തായാലും 3 മന്ത്രിമാരുള്ള ജില്ലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തായാലും ശക്തമായ പ്രതിഷേധം തൃശ്ശൂരിൽ അരങ്ങേറുകയാണ്. ശരി, തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിൽ UDF കൗൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.